എന്തു പറ്റി അമ്മ? ഒന്നുമില്ലടാ, രാവിലെ തൊട്ട് കമന്ന് കിടന്ന അലമാരയുടെ അടിയിലും കട്ടിലിന്റെ അടിയിലും ഒക്കെ കുനിഞ്ഞ് കിടന്ന് നോക്കിയെന്റെ. എന്തോ നോക്കിയ അച്ഛമ്മ? മൂക്കുത്തി മക്കളെ, അത് കണ്ടുപിടിച്ചാലും ഇനി അമ്മയുടെ മൂക്കിന്റെ ഹോൾ അടയാതിരിക്കത്തുള്ളൂ. ഓഹോ, അതിനെ ഒരു ഈർക്കിൽ തിരികെ കയറ്റി വെച്ചാലും മതി. എന്നോട് ചോദിച്ചോ എന്നാ ചെയ്യണമെന്ന്? ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? കുറവുണ്ടോ അമ്മ? ഇല്ല കുറവില്ല മക്കളെ, നടുവ്. അമ്മ ഇത് കാണുമ്പോഴേ അച്ഛൻ മുമ്പ് സ്കൂട്ടർ കിട്ടാൻ വേണ്ടിട്ട് കാലുവ്യാതെ അഭിനയിച്ചില്ലേ, അത് ഓർമ്മ വരണം. ഞാൻ അപ്പോഴേ പറയാൻ വിചാരിച്ചതാ. നിർത്ത്. അവൾ അങ്ങനെയൊന്നും ചെയ്യലടാ. ഇപ്പൊ മൂക്കുത്തി ഞാൻ ചോദിച്ചെന്തോ കുഴപ്പം? എന്റെ മൂക്കലല്ലേ ഇല്ലാതെ ഉള്ളൂ, ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ മൂക്കലൊക്കെ ഉണ്ടല്ലോ. എടാ ഒന്നുമില്ലേലും നിന്നെ ഇത്രയും വലുതാക്കിയതല്ലേ അമ്മ. അത് ശരി അച്ഛ, അച്ഛമ്മക്കല്ലേ മൂക്കുത്തില്ലാത്ത, അച്ഛമ്മക്ക് എന്നെ വാങ്ങിച്ചു കൊടുത്തോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛ, കൊടുത്തു. അമ്മാവൈ വണങ്ങാത ഉയിരില്ലയേ, അമ്മാവൈ വണങ്ങാത ഉയർവില്ലയേ. അങ്ങനല്ലേ? അങ്ങനെ തന്നെ കൊടുത്തോ. കാര്യമായിട്ടാണോടി? ഓ, ഇനി ഞാൻ കാരണം ഇവിടുത്തെ മൂക്കിന്റെ ഹോളാരുടെ അറിഞ്ഞു പോകണം. അങ്ങനെ രണ്ടെണ്ണം ഒഴിഞ്ഞു കിട്ടി. എന്തായാലും നിങ്ങളെല്ലാം പറഞ്ഞൊന്ന് ഒത്തുതീർപ്പാക്ക്. സ്നേഹത്തിന്റെ അത്ര വിലയൊന്നുമില്ലല്ലോ സ്വർണത്തിന്, അല്ലേ അച്ഛാ? അതേ മോനെ. ഹലോ എടി പിങ്കി, നീ മനസ്സിൽ എന്നെ പ്രാഗൂടി. നീ ഞാനൊരു ഓസ്കാർ തരട്ടെ? എന്തിന്? ഈ അഭിനയത്തിന്. അമ്മ അച്ഛനോട് തെരുവാടം കളിച്ചാലേ സൂപ്പർ ആയിരിക്കും. കാലുവ്യാത്ത വൃദ്ധനും ഇറങ്ങി വീഴുന്ന വൃദ്ധയും. നീ കൂടെ പോരടാ, നല്ല കമ്പനി ആയിരിക്കും. സൂപ്പർ ആയിരിക്കും നിങ്ങൾ കളിച്ച. ഇങ്ങനെയൊക്കെ നിൽക്കാല്ലോ ഇങ്ങനെ അമ്മ സൂപ്പർ ആയിരിക്കത്തില്ലേടി? കറക്റ്റാടാ, അഭിനയ കുലപതികൾ. അമ്മക്ക് അവാർഡും കിട്ടും. എന്ത്? ഒന്നുമില്ല. അല്ല പറ. നിങ്ങളുടെ അമ്മയുടെ ആക്ടിങ് ഓർത്ത് ചിരിച്ചതാ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി മേടിച്ച മൂക്കുത്തി കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൂടുന്ന ഓരോ കാര്യങ്ങളെ. ഇവിടെ ആരും ഒന്നും കാണിച്ചൊന്നും കൂട്ടിയില്ല. അമ്മയ്ക്ക് മൂക്കുത്തി തപ്പി ക്ഷീണം വന്നു. പൈങ്കിളി അവളും പറഞ്ഞല്ല, മൂക്കുത്തി പണിയിപ്പിച്ച് കിട്ടിയിട്ട് അമ്മയ്ക്ക് കൊടുത്തോളാം. സത്യം പറ, നിങ്ങളത് എനിക്ക് തരാൻ വേണ്ടി പണിയിപ്പിക്കുന്നല്ലേ? നിനക്ക് വേണ്ടി പണിയിപ്പിച്ച തന്നെ. പൈങ്കിളിയുടെ ബർത്ത്ഡേ ഞാൻ ഓർത്തില്ല, അമ്മയുടെ മൂക്കുത്തി കളഞ്ഞു പോയത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിനക്ക് വേണ്ടി മാത്രം മൂക്കുത്തി കൊണ്ടുവന്ന അതെല്ലാം അവർക്കെല്ലാം വിഷമാവില്ലേ? അത് ശരി, അവർക്ക് വിഷമാവും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് നേരത്തെ അങ്ങ് വാള് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? നീ എന്ത് പറയുന്നു എനിക്ക് അറിഞ്ഞൂടാലോ. ഞാനിപ്പോ എന്ത് പറയാനാ? എനിക്ക് വേണ്ടി മേടിച്ചതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞു അമ്മയ്ക്ക് കൊടുത്തോളാൻ. ആണ്. എനിക്കിപ്പോ പുതിയ മൂക്കുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ കളഞ്ഞു പോയതല്ലേ, പണിയിപ്പിച്ച് കിട്ടുമ്പോ കൊടുത്തേരെ. പണിയിപ്പിച്ച് കിട്ടാനൊന്നുമില്ല, എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് മിണ്ടാതിരിക്കുവായിരുന്നല്ലേ? അതെ, അത് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ പിന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. കള്ളത്തരം. എന്നിട്ട് എന്തേ? ഇവിടെ ഉണ്ട് മേളില്, അമ്മയ്ക്ക് കൊടുക്കട്ടെ? ഇനിയിപ്പോ ആരെ നോക്കി നിൽക്കാനോ, കൊണ്ട് കൊടുക്ക്. സത്യം. ഓ എടുക്ക്, നോക്കട്ടെ. ഓരോ കഷ്ടപ്പാടുകളെ. അയ്യോ, ഇവിടെ വെച്ചിരുന്ന സാധനം ഇവിടെ പോയി. അവിടെ തന്നെ ആണോ വെച്ചേ? ഇവിടെ വെച്ചേ? നീ എടുത്താ? ഈ സാധനം എവിടെയുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല, പിന്നെ ഞാനിങ്ങനെ എടുക്കുന്നേ. എടുത്തോണ്ട് പോയത് എനിക്കറിയോ, ശരിക്കും നോക്ക്. വച്ചത് എവിടെ? എനിക്കെങ്ങനെ അറിയാം? അമ്മ, പൈങ്കിളി, എന്റെ മൂക്കുത്തി. എന്താ ചേട്ടാ? എന്റെ മൂക്കുത്തി എവിടെ? മൂക്കുത്തിയോ? എന്റെ മൂക്കുത്തി എവിടെയാടി? എനിക്കെങ്ങനെ അറിയാം? ഏത് മൂക്കുത്തി? പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ച മൂക്കുത്തി ഇവിടെ അകത്ത് വെച്ചേക്കായിരുന്നു. അത് പണിയാൻ കൊടുത്തേക്കുവാന്നല്ലേ പറഞ്ഞേ? ഇല്ല, അകത്ത് വെച്ചേക്കായിരുന്നു ഞാൻ എന്റെ മേളില്. ഓഹോ, അപ്പൊ അത് ശരി, അത് അകത്തെടുത്ത് വെച്ചേക്കുവായിരുന്നല്ലേ? അത് ഇവിടെ എടുത്ത് എങ്ങോട്ടായാലും മാറ്റിക്കാണും. വെറുതെ അനാവശ്യം പറഞ്ഞോട്ടെ, ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഈ മുറി കയറി വേറെ ആരടി എടുക്കുന്നത്? പിന്നെ ഈ മുറിക്കാണ്, പിന്നെ വേറെ ആരും എടുക്കാൻ? ഈ മുറി കയറി വേറെ ആരും എടുക്കാൻ ഇവക്ക് കയറി എടുത്തോളൂ. ഈ മുറിയില്ല പെണ്ണുമ്പളെ ഞാൻ കൊണ്ടുകൂത്തി പഠിക്കും. പെണ്ണുപിള്ളേന്ന് വിളിക്കുന്നതിനോട് ഞാൻ പലവട്ടം പറഞ്ഞു. നാത്തൂനെ, ചേട്ടാ ഈ മൂക്കുത്തി ഇവിടെ ഉള്ളത് പോലും എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ എടുക്കാനാ? ഇവിടെ ആയിരിക്കും. ഞാനോ? ഓ, ഞാനൊന്നുമല്ല. കൂട്ടത്തിലാണല്ലേ? എന്നാ നിർത്തിക്കോ. ഞാനൊരു കാര്യം പറയാം എല്ലാവരും എടുത്തു. എന്തുവാ? ചേട്ടാ മൂക്കുത്തി പിന്നെ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ? എന്നാ മൂക്കുത്തി ഇവിടെ ഉണ്ടായിരുന്നു. ഞാനതെടുത്ത് ഞാനതെടുത്ത് സുപ്രീ കൊണ്ട് കൊടുത്തു. ചേട്ടനല്ലേ പറഞ്ഞ ഇവിടെ എല്ലാം സോൾവ് ആക്കണമെന്ന്. ഇപ്പൊ ഇവിടെ എല്ലാം സോൾവ് ആയാലും ഇവരിനി ആരും ഇനി അടി വഴക്കൊന്നും ഉണ്ടാക്കത്തുമില്ല. സുപ്രീക്ക് സന്തോഷമാവുകയും ചെയ്തു. എടാ പെറ്റ തള്ളെ പോലും ഓർത്തില്ലോടാ നീ. എത്ര രൂപയുടെ സാധനം അറിയാടാ? പോയി വാങ്ങിച്ചോണ്ട് വാടാ. ഗിഫ്റ്റ് എടുത്ത സാധനം എങ്ങനെയാടാ തിരിച്ചു വാങ്ങിക്കുന്നേ?
മൂക്കുത്തി ഇല്ലാതെ നിന്നെ ഈ വീടിനകത്ത് കയറ്റില്ല. ഇവനെ ഞാൻ കൊല്ലും. പിടിക്കടി, പിടിക്കടി. മൂക്കുത്തി വെച്ചോണ്ടാ, മൂക്കുത്തി വെച്ചോട്ടോ. എടാ ചെറുക്കാ, കാലൊടിയും. ഇവനെ ഇന്ന് ഞാൻ ഇറങ്ങണ്ട, ഇറങ്ങണ്ട. പിടി പിടി ഇറങ്ങണ്ടേ? നീ എൻ്റെ അകത്ത് വേണ്ട, കിടന്നാ വേണ്ട, മതി. ആരും ഇറങ്ങണ്ട. പിടി. ബീഫ് ഫ്രൈ വിളമ്പുമ്പോ നീ വരുമല്ലോ. ബീഫ് ഫ്രൈ വിളമ്പുമ്പോ വരുമല്ലോ. മടി. കുഴി ചാടി സുമേഷ്. കുഴിമന്തി. ഞാൻ എൻ്റെ അകത്ത് തന്നെ കിടന്നാ മതി. നീ വെളി ഇറങ്ങണമല്ലോ. ബീഫ് ഫ്രൈ ഉണ്ടോ? ആ ബീഫ് ഫ്രൈ ഉണ്ട്. അച്ഛമ്മ, അച്ഛമ്മക്ക് ഒരു കാര്യം അറിയാമോ? എന്തുവാ? ഈ വീട്ടിൽ മൂക്കുത്തിടാനുള്ളതേ ആ പൈങ്കിളിയോ ചേട്ടത്തിയോ അമ്മയൊന്നും അല്ല, അത് അച്ഛമ്മയാ. അതെനിക്കും തോന്നിയായിരുന്നു കേട്ടോ. ആന്നോ? ആ എനിക്കും തോന്നിയായിരുന്നു അത്. പൊളി, നല്ല രസമുണ്ട്. ഇത് ഞാനേ സുപ്രീക്ക് കൊടുത്തൊന്നുമില്ല. സുപ്രീക്ക് എത്ര കൊടുക്കാൻ? ഞാൻ കൊടുത്തില്ല. ഇത് അച്ഛമ്മയ്ക്ക് അല്ല സൂപ്പർ.